നമസ്കാരം. പ്രധാന വാർത്തകൾ. മുകേഷിനെതിരായ ലൈംഗിക പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. നടൻ മുകേഷിനെതിരായ ലൈംഗിക പീഡനക്കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് നടപടി. ഇതിനൊപ്പം ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ പരാതിയിൽ പൊൻകുന്നത്തും കൊച്ചി ഇൻഫോ പാർക്കിലും രജിസ്റ്റർ ചെയ്ത കേസിലും പോലീസ് കുറ്റപത്രം നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച SIT ഇതുവരെ 7 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പന്തളം നഗരസഭയിൽ BJP ഭരണം നിലനിർത്തി. കൗൺസിലർ അച്ഛൻ കുഞ്ഞു ജോണിനെ നഗരസഭ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഇടഞ്ഞു നിൽക്കുന്ന 3 BJP കൗൺസിലർമാരും അച്ഛൻ കുഞ്ഞു ജോണിന് വോട്ട് ചെയ്തു. 19 വോട്ടുകളാണ് അച്ഛൻ കുഞ്ഞു ജോണിന് ലഭിച്ചത്. 18 BJP അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രന്റെ വോട്ടും BJPക്ക് ലഭിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം അംഗം വോട്ട് ചെയ്തില്ല. 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. കേവല ഭൂരിപക്ഷത്തിൽ BJP ഭരിച്ചിരുന്ന നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. BJP വിമതന്റെ പിന്തുണയോടെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തലേന്നാളാണ് നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ U രമ്യയും രാജിവെച്ചത്. ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു BJP പന്തളം നഗരസഭാ ഭരണം പിടിച്ചെടുത്തത്. മലയാളി യുവാവ് കാനഡയിൽ മരിച്ച നിലയിൽ. മലയാളി യുവാവിനെ കാനഡയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം മുട്ടുചിറ സ്വദേശി അരുൺ ഡാനിയലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 29 വയസ്സായിരുന്നു. നയാഗ്രയ്ക്കടുത്തുള്ള സെന്റ് കാതറിൻസിലെ താമസ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വിദ്യാർത്ഥിയായി 2017 അരുൺ കാനഡയിലെത്തിയത്. സാർണിയ ലാംപ്ടൺ കോളേജിലാണ് പഠിച്ചിരുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതിയിൽ ഹാജരായി അർജുൻ. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായി. കേസിൽ അർജുനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. അർജുൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും അർജുൻ തയ്യാറായില്ല. തുടർന്ന് വിചാരണ കോടതിയായിരുന്ന കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായി ബോണ്ട് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതനുസരിച്ചാണ് ഹാജരായത്. 50,000 രൂപയുടെ തത്തുല്യ തുകയ്ക്കുള്ള 2 ആൾക്കാരുടെയും ബോണ്ട് കെട്ടിവെച്ച ശേഷം അർജുനെ ജാമ്യത്തിൽ വിട്ടയച്ചു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം MC റോഡിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വീണ്ടും അപകടത്തിൽപ്പെട്ടു. വെഞ്ഞാറമൂട് പള്ളിക്കൽ വെച്ച് കമാൻഡോ വാഹനത്തിന് പിന്നിൽ ലോക്കൽ പോലീസിന്റെ ജീപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. കടക്കൽ കോട്ടപ്പുറത്തുള്ള പരിപാടി കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി തിരിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കമാൻഡോ വാഹനത്തിന് അകമ്പടി പോവുകയായിരുന്ന പള്ളിക്കൽ പോലീസ് സ്റ്റേഷന്റെ ജീപ്പാണ് പിന്നിലിടിച്ചത്. മുന്നിലെ വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. വാഹനത്തിന്റെ പിന്നിൽ ചെറിയ തകരാറുണ്ട് എന്നതൊഴിച്ചാൽ അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപ്പോൾ തന്നെ യാത്ര തുടരുകയും ചെയ്തു.